പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നമുക്കൊരു കഥ കേൾക്കാം. പ്യാരുവിൻ്റെ കല്യാണം. മിന്നാരി തത്തയുടെ പൊന്നോമനയായ പ്യാരുവിൻ്റെ കല്യാണമാണ്. ചില്ലോലങ്കാട്ടിലെ ചില്ലമരത്തിൽ വച്ച് കൂടുവച്ച ചില്ലൻ തത്തയാണ് വരൻ. കല്യാണം അടുത്തപ്പോഴേക്കും മിന്നിക്കാതിയായി. കല്യാണ പന്തലൊരുക്കിടേണം, കാടു മുഴുക്കെ ക്ഷണിച്ചിടേണം, പച്ചപ്പട്ടാടയും പൊന്നും വേണം, പച്ചക്കറി കൊണ്ടു സദ്യ വേണം. മിന്നാരി തൊട്ടടുത്ത കൂട്ടിലെ മൈനമ്മയോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട മിന്നു, നമുക്ക് വഴിയുണ്ടാക്കാം. മൈനമ്മ മറ്റു കിളികളെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, പ്യാരു പെണ്ണിൻ്റെ കല്യാണത്തിൻ ആരുണ്ടു സദ്യയൊരുക്കിടുവാൻ? ആരുണ്ട് താലിക്കു മാല നൽകാൻ? ആരുണ്ടു പന്തലലങ്കരിക്കാൻ? കേട്ട പാതി കേൾക്കാത്ത പാതി പക്ഷികൾ ഓരോരുത്തരായി പറഞ്ഞു, ഞാനുണ്ട് ഞാനുണ്ട് ഞങ്ങളുണ്ട്, മുറ്റത്തു നല്ലൊരു പന്തലിടാൻ, മുത്തുമണി കോർത്ത മാല തരാം, പുത്തരിച്ചോറും കറിയും തരാം. തത്തമ്മച്ചി പേടിക്കണ്ട, മൈനമ്മച്ചി നമുക്ക് വഴിയുണ്ടാക്കാം. പുന്നാര പെങ്ങളുടെ കല്യാണം ഒരു കുറവും വരുത്താതെ നടത്താൻ ഈ ആങ്ങളമാരുണ്ടല്ലോ എന്നു പറഞ്ഞ് കിളിപ്പയ്യന്മാർ അവരവർക്ക് പറ്റുന്ന ജോലികളേറ്റെടുത്തു. പെണ്ണിനുള്ള പട്ടും പൊന്നും അലങ്കാരവും ഞങ്ങളുടെ വക. പൈങ്കിളി പെണ്ണുങ്ങൾ ആവേശത്തോടെ പറഞ്ഞു, കൊള്ളാം മക്കളെ, പുതിയ തലമുറ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ വഴിതെറ്റിപ്പോകുന്നു എന്ന് പറയുന്നവർക്ക് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ വലിയൊരു പാഠമാണ്. മുത്തശ്ശിക്കാക്ക സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾക്കെന്നും നല്ലതേ വരൂ. അമ്മക്കിളികൾ ഒന്നിച്ചു പറഞ്ഞു, ശരിയാണ്. നന്മയുള്ള പുതിയ തലമുറയാണ് ഏത് സമൂഹത്തിനും മാതൃക. കിളിയച്ചന്മാർ സമ്മതിച്ചു. അങ്ങനെ അവരെല്ലാം ഒത്തുചേർന്ന് പ്യാരുവിൻ്റെ കല്യാണം കെങ്കേമമായി നടത്തി.